കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് അരയും തലയും മുറുക്കി പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ഇരട്ട അക്ക സീറ്റെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിലാണ് ബിജെപിയുടെ പ്രതീക്ഷ. 20-ൽ 20 നേടുമെന്നാണ് UDFന്റെ വാദം. കഴിഞ്ഞ തവണ നിരാശ മറികടക്കുമെന്നാണ് LDFന്റെ പ്രഖ്യാപനം. സംസ്ഥാനം കടുത്ത വേനൽ ചൂടിൽ നിൽക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു മുഴം മുൻപെറിഞ്ഞ് മുന്നണികൾ പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പ്രതീക്ഷിച്ചിരുന്ന തീയതിയും എത്തി. രണ്ടാം ഘട്ടത്തിൽ ഇടം പിടിക്കണമെന്നായിരുന്നു നേതാക്കളും സ്ഥാനാർത്ഥികളും ആഗ്രഹിച്ചത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് മനസ്സിൽ കണ്ടതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് UDFും LDFും ഒപ്പം BJPയും ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കുന്നത്. 20-ൽ 20 നേടുമെന്നാണ് UDF ഉയർത്തുന്ന വാദം. 2019-ലെ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട ആലപ്പുഴയെ കൂടി ഇത്തവണ ചേർത്താണ് UDFന്റെ ഈ പ്രതീക്ഷ. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരവും രാഹുലിന്റെ ജോഡോ യാത്ര എഫക്റ്റും ഉണ്ടാക്കിയ പ്രതിഫലനത്തിലാണ് മുന്നണിയുടെ കണ്ണ്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതിലേക്ക് പോകാതെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ UDF കരുക്കൾ നീക്കുന്നുമുണ്ട്. ഒടുവിൽ പുറത്തുവന്ന പൗരത്വ ഭേദഗതി ചട്ടത്തെ തുറുപ്പുചീട്ടാക്കിയാണ് LDFന്റെ നീക്കം. ശബരിമല വിഷയം, 2018-ലെ പ്രളയക്കെടുതിയുടെ വീഴ്ചകൾ തുടങ്ങിയവയിലൂടെ നഷ്ടപ്പെട്ട വോട്ടുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനാണ് LDFന്റെ ശ്രമം. എന്നാൽ സർക്കാർ വിരുദ്ധ വികാരവും വിവാദങ്ങളും ജനം എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന കാര്യത്തിൽ ഇടതുമുന്നണി നേതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും അഭിപ്രായ ഏകീകരണമില്ല. ത്രികോണ പോരാട്ടത്തിന്റെ ആവേശത്തിലാണ് BJP. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പു പറയുമ്പോഴും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുമപ്പുറം 2 അക്ക സീറ്റാണ് കേരള ജനതയെ കണ്ട് മോദി വീണ്ടും ആവർത്തിക്കുന്നത്. 400 സീറ്റിനപ്പുറം നേടി കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. എന്നാൽ കേരളത്തിലെ സ്റ്റാർ മണ്ഡലങ്ങളിൽ എതിരാളികൾ ഉയർത്തുന്ന തരംഗം മോദി ഗ്യാരണ്ടിക്ക് ഇനി വെല്ലുവിളിയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.